ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ഒരു ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള വിനീത് ശ്രീനിവാസ് അഭിനയിക്കുന്ന പടം ഓഗസ്റ്റ് 22 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ പാലും പഴം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 23 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 2 റിലീസാവുന്നുള്ളതും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഓഗസ്റ്റ് 15 ആക്കിയിട്ടുണ്ടെന്നുള്ള അറിയിച്ചു. പിന്നെ കാവ്യ പ്രൊഡക്ഷൻസിന്റെ 7ാമത്തെ പടത്തിൽ ആസിഫ് അലിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ പടത്തിന്റെ പേക്കപ്പ് ആയി എന്നുള്ള അറിയിച്ചു. പിന്നെ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറഞ്ഞാൽ ശരത് കുമാർ അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നിരുന്നു. ആളുടെ ബർത്ത്ഡേ ആയിട്ട് അത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് 40, സിദ്ധാർത്ഥിൻ്റെ 40ാമത്തെ പടം എടുക്കുന്നത് ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആ പടത്തിൽ ഓൾറെഡി ശരത് കുമാറും മീത രഘുനാഥും ഓൺ ബോർഡ് എന്നുള്ള അറിയിച്ചിരുന്നു. പിന്നെ അതിനുശേഷം ചൈത്ര ആച്ചാരും അതേമാതിരി ദേവയാനി ഇവരൊക്കെ ഓൺ ബോർഡ് ആയിട്ടുണ്ടെന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മഴ പിടിക്കാത്ത വനിത എന്ന് പറഞ്ഞ പടത്തിലത്തെ ശരത് കുമാറിൻ്റെ പേര് ചീഫ് എന്നുള്ളതാണെന്നാണ് കൊടുത്തുള്ളത്. ചീഫിൻ്റെ പേരായിരിക്കും എന്നറിയില്ല, എന്തായാലും ചീഫായിട്ടാണ് ആൾ ഇതിൽ വരുന്നത്. പിന്നെ ഉടുമ്പൻ ചോല വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. മാത്യു തോമസ് ആണ് മെയിനായിട്ട് അഭിനയിക്കുന്നത്. കൂടെ ശ്രീനാഥ് ബാസി ഉണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടം തമിഴ്നാട്ടിൽ റിലീസിനെത്തിക്കുന്നത് AJS എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ RC16 രാംചരൻ്റെ 16ാമത്തെ പടത്തിൽ ശിവരാജ് കുമാർ ഓൺബോർഡ് ആയിട്ടുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു, ആളുടെ ബർത്ത്ഡേ ആയിട്ട്. പിന്നെ KA എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങി, അതേമാതിരി അതിൻ്റെ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പടം, അതിൻ്റെ പൂജ നടന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടം 3 ദിവസം എന്ന് വെച്ചാൽ വീക്കെൻഡ് കഴിയുമ്പോൾ 106 കോടിയായിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. അതേമാതിരി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4.12 കോടിയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടീൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങി. പിന്നെ ഡബിൾ ഐസ്മാർട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ മാർ മുണ്ട ചോട് ചിന്ത എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ മണിച്ചിത്രത്താഴ് റിലീസിന് ഒരുങ്ങാണ്, അത് ഓഗസ്റ്റ് 17 എന്നുള്ള അറിയിച്ചു. പിന്നെ പ്രഭുദേവയുടെ പെട്ടറാപ്പ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ആരാത്തി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ വില്ലേജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഓഗസ്റ്റ് 2 പടം പുറത്തിറങ്ങുന്നത്. പിന്നെ ബ്ലഡി ബഗർ എന്ന് പറഞ്ഞിട്ടുള്ള പടം കവിൻ അഭിനയിക്കുന്ന പടമാണ്. നെൽസൺ ദിലീപ് കുമാറാണ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഈ പടത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് 5 സ്റ്റാർ കെ സെന്റിൽ റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ രൂപാന്തര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പടം ജൂലൈ 26 പുറത്തിറങ്ങുന്നത്. പിന്നെ ജമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സൗത്ത് ഇന്ത്യയിലുള്ള തിയേറ്ററിക്കൽ റൈറ്റ്സ് പിക്ചർ ബോക്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സീക്രട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ കാറ്റിൻ ചിരി കേൾക്കാം എന്ന് പറഞ്ഞ പാട്ട് പുറത്തിറങ്ങി, അത് 1 മില്യൺ+ വ്യൂസൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കിച്ച സുദീപിൻ്റെ മാക്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങുന്നു പറഞ്ഞായിരുന്നു. എന്തായാലും ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടീച്ചറായിട്ടാണ് തോന്നിയത്. വലുതായിട്ട് അതിൽ റിവീൽ ചെയ്തിട്ടൊന്നുമില്ല കാര്യങ്ങളൊന്നും. എന്തായാലും രസമായിട്ടുണ്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ. പിന്നെ കാർത്തിയുടെ സർദാർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജയൊക്കെ നടന്നിരുന്നു. ഷൂട്ട് ഇപ്പോൾ ജൂലൈ 15 മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ പടത്തിൽ SJ സൂര്യ ഓൺ ബോർഡായി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്ററും വന്നിരുന്നു. പിന്നെ മമ്മൂട്ടി ടർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബഡ്ജറ്റ് 23.5 കോടിയായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ കിട്ടിയിട്ടുള്ള 72.20 കോടികളാണ്. എന്നുവെച്ചാൽ പടം ഹിറ്റായിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ നമ്പർ 6 ഗൗതം വാസുദേവ് മേനോൻ എടുക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ പടം. ആ പടത്തിൻ്റെ ഒരു ഫോട്ടോ പുറത്തുനിന്നു ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തലൈവർ 171 അല്ലെങ്കിൽ കൂലി, ഇടക്കിടക്ക് ഈ തലൈവർ 171 വായിൽ വരും. എന്തായാലും ലോകേഷ് ചിത്രമെന്ന കൂലി എന്ന് പറഞ്ഞ പടത്തിൽ ഫഹദ് ഫാസിൽ ഉണ്ടാവും പറഞ്ഞിരുന്നു. ആളിപ്പോൾ ഇന്ന് ഒഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഓൾറെഡി ലോകേഷ് എടുത്ത വിക്രം എന്ന് പറഞ്ഞ പടത്തിൽ ആൾ വന്നിരുന്നു. പിന്നെ കൂടാതെ തന്നെ വേട്ടയാന്ന് പറഞ്ഞ പടത്തിൽ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പിന്മാറിയിട്ടുള്ളത്. പിന്നെ കൈദി 2 എന്ന് പറഞ്ഞിട്ട് പടം, ആ പടത്തിൽ ലിയോദാസിൻ്റെ എൻട്രി ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ലിയോ എന്ന് പറഞ്ഞ പടത്തിൽ ഷൂട്ട് ചെയ്തിട്ട് സിനിമയിൽ കാണിക്കാത്ത ഭാഗങ്ങൾ അതിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന പടത്തിൽ ആളുടെ വോയിസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ യഷിൻ്റെ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ചെറിയ അപ്ഡേറ്റാണ്. ആളുടെ ലുക്ക് പുറത്തു വന്നു. ചില ആൾ സൈഡൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേറൊരു ലുക്കിലായിട്ടുണ്ട്. അപ്പോൾ അതാണ് ടോക്സിക്കിലത്തെ ലുക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ആ ലുക്ക്. പിന്നെ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് 26 കോടിക്കാണ് വിറ്റ് പോയിട്ടുള്ളത് എന്നുള്ള ആളും കേൾക്കുന്നത്. എന്തായാലും വലിയ തുക തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത്, ഗംഭീരാവട്ടെ. പിന്നെ MT വാസുദേവ മേനോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് മമ്മൂട്ടിയും ദുൽഖറൊക്കെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, എന്ന് വെച്ചാൽ MT വാസുദേവ മേനോനും ഉണ്ട് അതിൽ. അപ്പോൾ ആളും കൂട്ടിയിട്ടുള്ളൊരു ഫോട്ടോ പുറത്തിറക്കിയിരുന്നു. എന്തായാലും ആളുടെ 91ാമത്തെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ആളുടെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആന്തോളജി സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു, അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലറായിട്ടാണ് തോന്നി. എന്തായാലും വന്നാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഓഗസ്റ്റ് 15 ZEE5 ആയിരിക്കും സീരീസ് പുറത്തിറങ്ങുക. അതിലുള്ളത് 9 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡ്സ്, അല്ലെങ്കിൽ ആന്തോളജി സീരീസ് 9 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് ഓളവും തീരവും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മോഹൻലാൽ അഭിനയിക്കുന്ന ആളാണ്, പ്രിയദർശനാണ് എടുക്കുന്നത്. പിന്നെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്ന പടം, രഞ്ജിത്താണ് പടം എടുക്കുന്നത്. പിന്നെ ഷെർലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫഹദ് ഫാസിലാണ് പടത്തിൽ അഭിനയിക്കുന്നത്, മഹേഷ് നാരായണനാണ് പടം എടുക്കുന്നത്. പിന്നെ അഭയം തേടി വീണ്ടും എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് അഭിനയിക്കുന്ന പടം, സന്തോഷ് ശിവനാണ് പടം എടുക്കുന്നത്. പിന്നെ ശിലഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം, പ്രിയദർശനാണ് പടം എടുക്കുന്നത്.
ബിജു മേനോനും ശാന്തികൃഷ്ണൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ വിൽപ്പന എന്ന് പറഞ്ഞിട്ടുള്ള പടം അശ്വതി നായരാണ് പടം എടുത്തിട്ടുള്ളത്. ആസിഫ് അലിയും മധുവൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള പടം ശ്യാം പ്രസാദാണ് പടം എടുക്കുന്നത്. നരനും പാർവതി തിരുവോത്തൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുള്ള പടം ജയരാജാണ് പടം എടുത്തിട്ടുള്ളത്. നെടുമുടി വേണു, ഉണ്ണിമൂന്തൻ, ഇന്ദ്രൻസ്, സുരഭി ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ കടൽക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം രതീഷ് അമ്പാട്ടാണ് പടം എടുക്കുന്നത്. ഇന്ദ്രജിത്ത് സുകുമാരൻ, അതേമാതിരി ആൻ ഓഗസ്റ്റിന്, അപർണ ബാലമുരളി ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. ഇതിൻ്റെ ലിസ്റ്റ് എന്തായാലും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ കുറേ ആയിട്ട് വരും എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് വരും എന്നുള്ള രീതിയിൽ. എന്തായാലും ടീച്ചറിൻ്റെ സെൻസറിങ് ഒക്കെ കഴിഞ്ഞെന്നുള്ളതാണ് കേൾക്കുന്നത്. URA സർട്ടിഫിക്കറ്റാണ് അതിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡ്യൂറേഷനായി പറഞ്ഞു കേൾക്കുന്നത് 1 മിനിറ്റും 47 സെക്കൻഡുമാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞത് 16-ാം തീയതി 6 മണിക്ക് എന്തായാലും വന്നിട്ടുണ്ട്. ഒരു ഗംഭീര ട്രെയിലറായിട്ടാണ് തോന്നിയത്. ധനുഷ് തന്നെയാണ് എഴുതിയിട്ടുള്ളതും എടുത്തിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതൊക്കെ. എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. രക്തക്കളി തന്നെ ആയിരിക്കും. എന്തായാലും 26-ാം തീയതി കാണാം. വേറെ ലെവലാവട്ടെ. പിന്നെ ഷാരൂഖ് ഖാൻ്റെ കിങ് എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷാരൂഖ് ഖാൻ്റെ ഓപ്പോസിറ്റായിട്ട് വില്ലനായിട്ട് വരാൻ പോകുന്നത് അഭിഷേക് ബച്ചനാണെന്നുള്ളതാണ് കേൾക്കുന്നത്. നെഗറ്റീവ് റോളിൽ ഓൾറെഡി ഡോൺ ക്യാരക്ടറിലാണ് ഷാരൂഖ് ഖാൻ വരുന്നത്. അതും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റീവ് ക്യാരക്ടറിന് ഒരു വില്ലൻ എന്നുള്ള രീതിയിലാണ് അഭിഷേക് ബച്ചൻ വരുന്നത്. എന്തായാലും നന്നാവും തന്നെ പ്രതീക്ഷിക്കാം. സുഹാന ഖാനും അഭിനയിക്കേണ്ട പടത്തിൽ. പടത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെ ഇന്ത്യയിലും അതേമാതിരി അബ്രോഡിലും ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അതിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഏകദേശം 2-3 യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഷൂട്ടിങ് നടക്കുമെന്നുള്ള കേൾക്കുന്നുണ്ട്. നവംബറിലേക്ക് ആയിരിക്കും അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങാമെന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും അതിൻ്റെ റിലീസ് അപ്പോൾ 2025 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2026 ഫസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും. ഷാരൂഖ് ഖാൻ്റെ അടുത്ത് വരാൻ പോകുന്ന പടമാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഓൾറെഡി ഷാരൂഖ് ഖാൻ്റെ ഡോൺ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷാരൂഖ് ഖാൻ്റെ ഫിലിമോഗ്രാഫിയിൽ തന്നെ ഡോൺ 2 എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയ പടമാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.